ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് തുടങ്ങാം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കടന്നു പോകാം. പൊളിറ്റി ആൻഡ് ഗവേണൻസ് ആണ്. ഓക്കെ, ഏപ്രിൽ 2024 മുതൽ ഒക്ടോബർ വരെയുള്ളതാണ് ഇതിലുള്ളത് കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ ഇലക്ഷനെ കുറിച്ചുണ്ട്, ന്യൂസ് ഉണ്ട്. ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫംഗ്ഷനിങ് ഓഫ് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇഷ്യൂ റിലേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ലെജിസ്ലേറ്റീവ് ബില്ലുകൾ പ്രധാനപ്പെട്ട ഈ വർഷം ഉണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഇറങ്ങും, ചിലപ്പോൾ തേർഡ് പാർട്ടും ഉണ്ടാവും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി എക്സിക്യൂട്ടീവ് ബോഡീസ് ന്യൂസിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഗവർണൻസിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് ഫസ്റ്റ് പോകുന്നത് ഇലക്ഷൻ ആണ്. ഇലക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ 4 സിമൾട്ടേനിയസ് ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഡിലിമിറ്റേഷൻ കമ്മീഷൻ, EVM, VVPAT, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, ലോക്സഭ ഇലക്ഷൻ. ഓക്കെ, സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആയിരുന്നു ഫസ്റ്റ് ന്യൂസിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, കാരണം ഇലക്ഷൻ നടന്ന സമയത്ത് പല പാർട്ടികളും അല്ലെങ്കിൽ പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച വരുന്ന ഒരു സംഗതിയാണ് ഇലക്ഷൻ സെൻട്രലിനും സ്റ്റേറ്റ്സിനും എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നടത്തിക്കൂടാ. സെൻട്രലിന് നടത്തി പിന്നെ സ്റ്റേറ്റിന് നടത്തുക, അത് ചെലവ് കൂടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തുകൊണ്ട് രണ്ടുപേരുടേതും ഒരുമിച്ച് നടത്തിക്കൂടാന്നുള്ള എപ്പോഴും എന്ത് ചെയ്യണേ, ചർച്ചയിൽ വരുന്ന ഒരു സംഗതിയാണ് അവിടെ. അത് ഇതേപോലെ വീണ്ടും ന്യൂസിൽ വന്നിരുന്നു. ഓക്കെ, ന്യൂസ് വരാൻ കാരണം നോക്ക്, റീസെന്റ് 1 നേഷൻ 1 ഇലക്ഷൻ ബില്ല് ഫോർ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ. 229ാമത്തെ അമെന്റ്മെന്റ് ബില്ലാണ്. ആക്ട് ആയി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരുന്നു. ആ ബില്ല് എന്ത് ചെയ്തു, ലോക്സഭ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ന്യൂസ് വരാൻ കാരണം. അപ്പൊ ഈ ബില്ലിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ന്യൂ ആർട്ടിക്കിൾ ആണ്, 82A എന്നുള്ള പുതിയൊരു ആർട്ടിക്കിൾ ആണ്. അതിൽ പറയുന്നുണ്ട് സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ നടത്തും എന്ന് പറയുന്നുണ്ട്, പാർലമെന്റിലോട്ടും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോട്ടും. അതുപോലെ തന്നെ ടേം ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ടേം ഓഫ് ദി ഓൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വിൽ എൻഡ് വിത്ത് ദ ഫുൾ ടേം ഓഫ് ലോക്സഭന്റെ ആ ടേമിൽ എത്രയാണോ. ഇപ്പൊ ലോക്സഭന്റെ ടേം ചിലവർക്ക് എന്ത് ചെയ്യും, 2 കൊല്ലമാകുമ്പോൾ ലോക്സഭയുടെ ടേമോ, ചിലർക്ക് 3 കൊല്ലമാകുമ്പോൾ ലോക്സഭ ടേമോ, ചിലർക്ക് 4 കൊല്ലമാകുമ്പോൾ ലോക്സഭയുടെ ടേമോ. ലോക്സഭയുടെ ടേം എപ്പോഴാണ് ഫുൾ ആവുന്നത്, അപ്പൊ എല്ലാവർക്കും ഫുൾ ആവും. എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇലക്ഷൻ നടത്തുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അമെന്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ 83-ന്. അൺഎക്സ്പെർട്ട് ടേം, മിഡ് ടേം, ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലോക്സഭ is joined before full term of the 5 years as stated, period between date of the dissolution and expiry of the full term. Okay, അതിനെ പറയുന്ന പേരാണ് shall be unexpired term എന്നാണ് പറയാ കേട്ടോ. അതുപോലെ തന്നെ pursuant to dissolution a mid-term election shall take place and new Lok Sabha shall be constituted only for the unexpired termലോട്ട് വേണ്ടി മാത്രം എന്ത് ചെയ്യും, പുതിയൊരു ഇലക്ഷൻ. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഒരു ലോക്സഭ എന്തായാല് പിന്നെ ഒരു പുതിയ ടീം ഇലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ 5 കൊല്ലത്തേക്കാണ്. ഇവർ 5 കൊല്ലം ഫുള്ളാക്കാതെ 3 കൊല്ലം അല്ലെങ്കിൽ 3.5 കൊല്ലത്തിൽ അവസാനിച്ചു. അപ്പൊ പുതിയൊരു ടീം വന്നാൽ അവരും 5 കൊല്ലത്തേക്കാണ് ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ ഉള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഈ 3 കൊല്ലം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള കാലം ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിന് 2 കൊല്ലത്തിനെ പറയുന്ന പേരാണ് എന്ത്, അൺഎക്സ്പയർഡ് ടേം എന്ന് പറയും. ഈ ടേമിലോട്ട് വേണ്ടിയായിരിക്കും അടുത്ത ഇലക്ഷൻ നടക്കുക. ഓക്കെയാണോ? ഇപ്പൊ ബില്ലാണ് വന്നിട്ടില്ല കേട്ടോ. പഞ്ചായത്തിലൊക്കെ ഓൾറെഡി അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് നോക്കണം. അതുപോലെ തന്നെ 172 ആർട്ടിക്കിൾ അമെന്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട് അൺഎക്സ്പെർട്ട് ടേം ആൻഡ് ഫുൾ ടേം ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിലാണ് പറയാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 327 എന്ത് ചെയ്യുന്നുണ്ട്, അമെന്റ്മെന്റ് വരുത്തുന്നുണ്ട്. പാർലമെന്റിന്റെ എന്ത് ചെയ്യാണ്, പവർ ഓഫ് പാർലമെന്റ് ടു മേക്ക് പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ദ ഇലക്ഷൻ ഓഫ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ള അധികാരം, പാർലമെന്റിനുള്ള ചില അധികാരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അമെന്റ്മെന്റ് ആണത്. ഈ രീതിയിൽ ചില അമെന്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുത്തും. ഇത് ആക്ട് പാസ്സാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പൊ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിന്റെ കയ്യിലാണുള്ളത്. അവരുടെ അഭിപ്രായം കൂടി നോക്കി. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിന്റെ കേൾക്കണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും അവർ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത് 1 നേഷൻ 1 ഇലക്ഷൻ, അഥവാ അതിനാണ് പൊതുവെ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയും. അഥവാ ജനറൽ ഇലക്ഷൻ ഹെൽഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂൻസിങ് ഹൗസ് ഓഫ് പീപ്പിൾ ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി ഒരുമിച്ചാണ്. MP-മാരെയും പാർലമെന്റിലേക്കുള്ള ലോക്സഭ MP-മാരെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ MLA-മാരെയും ഒരുമിച്ച് തെരഞ്ഞെടുക്കുക.
അപ്പൊ നമ്മൾ ലോക്സഭയ്ക്ക് ഇലക്ഷൻ പോകും, 2 കൊല്ലം കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമ്മൾ ഇലക്ഷൻ പോയിട്ട് പങ്കെടുക്കും. ഇതിന്റെ പ്രശ്നം ചെലവാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. Simultaneous election does not mean that voting across the country for all election need to be happen in a single day. അങ്ങനെ ഉണ്ടാവില്ല. അത് എന്തായാലും ഇലക്ഷൻ ഇല്ലല്ലോ, ഒരു മാസം എടുത്തിട്ട് ഇലക്ഷൻ ഉണ്ടാവും. ഒറ്റ ദിവസം എല്ലാവരും കൂടി ഇലക്ഷൻ പോകാന്നല്ല, ഒരു ടേം ഒരു 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 2 മാസം എടുത്തിട്ടായിരിക്കും ഇലക്ഷൻ മൊത്തം നടക്കുക. അതിനുള്ളിൽ ഇതൊക്കെ നടക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പ് ഓൾറെഡി ഇങ്ങനെ നടന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കും വിധാനസഭയിലേക്കൊക്കെ നടന്നിട്ടുണ്ട് 1951, 52. കാരണം ആ സമയത്ത് ഇവിടെ ഒന്നുമില്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടാവാണ്. പിന്നെ 57, 62, 67 നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്തത്. ഓക്കെ, കാരണം പല സ്റ്റേറ്റ്സുകളും പ്രീമച്വർ ഡിസൊല്യൂഷൻ ഉണ്ടായി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, ലോകസഭയും ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പലതും പല സമയത്തായി. അതുകൊണ്ടാണ് ഇപ്പം അത് നിന്നുപോയത്. അങ്ങനെ ആക്കിയാൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, ചില ദോഷങ്ങളും ഉണ്ട് കേട്ടോ. സിമിൾട്ടേനിയസ് ഇലക്ഷൻ റെക്കമെൻഡ് ചെയ്ത ഒരുപാട് ബോഡീസ് ഉണ്ട്. 170 റിപ്പോർട്ട് ഓഫ് ദി ലോ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് 2015 പറഞ്ഞിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ റിവ്യൂ ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 2002 പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് പേപ്പർ ഓഫ് നീതി ആയോഗ് 2017. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈമിൾട്ടേനിയസ് ഇലക്ഷൻ വേണം എന്നുള്ളത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇത് ന്യൂസിൽ വന്നതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കാനുണ്ട്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കുക. ഇതിപ്പോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന്റെ ചലഞ്ചസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഒന്നുകൂടി വേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ രീതിയിൽ ഒന്നുകൂടി വായിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ന്യൂസ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ന്യൂസ് പറയുന്ന കേഗ് എന്ത് ചെയ്തിട്ടുണ്ട്, റീസെന്റ് കർണാടക റിപ്പോർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസംപവർമെന്റ് ഓഫ് SCEC ഡിലേസ് ദ ഇലക്ഷൻ ടു ദ ലോക്കൽ ഗവൺമെന്റിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് വരാൻ കാരണം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ഇവരുടെ ഉത്തരവാദിത്തം എന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് ഇലക്ഷൻ നടത്തുക, പഞ്ചായത്ത്. എല്ലാ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല ഒരിക്കലും MLA അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് ഒരിക്കലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. അത് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. 73, 74 പ്രകാരമാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്ക്. ഒന്ന് ആർട്ടിക്കിൾ 243K, 243ZA ആണ്. സൂപ്പറിൻറ്റൻഡൻസ് ഇലക്ഷൻ, പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 243K പറയുന്നുണ്ട് കണ്ടീഷൻ സർവീസ് ടെനൂർ ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഗവർണർ ആയിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്തേക്കണേ, ഗവർണറാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഓഫ് സർവീസും ടെനൂറും ഒക്കെ. He shall not be removed from office except manner and ground prescribed. The removal of the judge of high courtനെ റിമൂവ് ചെയ്യാൻ എങ്ങനെയാണോ പറ്റുക അതേ രീതിയിൽ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ആ രീതിയിൽ അധികാരം കൊടുക്കുന്നുണ്ട് തന്നെ പറയാം. അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ കഴിയൂല. ഓക്കെ, റിമൂവ് ചെയ്യുന്നത് ഓൺലി ബൈ പ്രസിഡന്റ് ആയിരിക്കും, അല്ലാതെ ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിലും ഗവർണർക്ക് റിമൂവ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഓൺലി പ്രസിഡന്റ്. ഇങ്ങനത്തെ ചില പൊസിഷൻസ് ഉണ്ട്, നോക്കി വെക്കണേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ഫോർ ലോക്കൽ ബോഡി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക, ഓവർസീ ദ പ്രിപ്പറേഷൻ ഓഫ് ആൻഡ് റിവിഷൻ ഓഫ് ദി ഇലക്ടറൽ റോൾ ലോക്കൽ ബോഡികളിലേക്ക് തീരുമാനിക്കുക, സീറ്റ് റിസർവേഷൻ SC ST OBC ലോക്കലിലേക്ക്, അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന കാര്യം ഡിസ്പ്യൂട്ടുകൾ തീരുമാനിക്കുക, ഡിസ്ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുക, പ്രൊവൈഡ് അഡ്വൈസ് ഗവർണർക്ക് ആവശ്യമായ അഡ്വൈസും കാര്യങ്ങൾ കൊടുക്കുക ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ബോഡിയാണ് കേട്ടോ. അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. സുപ്രീം കോടതി പിന്നെ കിഷോർ ചന്ദ്ര ചാൻലാൽ രാത്തോഡ് കേസിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് the constitutional court have the power to review order of the delimitation commission. അതോ ആർബിട്രേറ്റ് ഉണ്ടാക്കിയതാണെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഓർഡർ വരെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, കോടതികൾക്കുണ്ട് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ ഹൈക്കോടതി, സുപ്രീം കോടതി.
ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ദ നമ്പർ ഓഫ് സീറ്റ്സും ബൗണ്ടറീസും എന്ത് ചെയ്യാം ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ തീരുമാനിക്കുന്നതിന് പറയുന്ന പേരാണ് ഡീലിമിറ്റേഷൻ. സ്റ്റേറ്റിലും ലോക്സഭയിലേക്ക് ഇലക്ഷനിലൊക്കെ. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈ പവർ ബോഡിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇവരാണ് തീരുമാനിക്കുക. ആർട്ടിക്കിൾ 82 പ്രകാരമാണ് ഡീലിമിറ്റേഷൻ ചെയ്യുന്നത്. ഒരു അതോറിറ്റി ആയിരിക്കും. സച്ച് എ മാനർ പാർലമെന്റ് മേ ബൈ ലോ ഡിറ്റർമൈൻ ചെയ്യാം. ഇന്ത്യൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ 4 പ്രാവശ്യം ചെയ്ത്. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നുട്ടോ. എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു? 4 പ്രാവശ്യം. 52, 63, 73, 2002 മാത്രം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെക്കൻഡ് ഓക്കെ, ഇത് നോക്കി വെക്കണേ. ഏതൊക്കെ പ്രാവശ്യം ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി മാറ്റാം. അങ്ങനെ ബൗണ്ടറി എപ്പോഴും മാറ്റാറില്ല. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ എണ്ണം ഒരുപോലെ ആക്കിയേ ചെയ്യാറുള്ളൂ. ഡീലിമിറ്റേഷൻ ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട്. ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കാരണം ഡീലിമിറ്റേഷൻ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ അനുസരിച്ച് അവരുടെ സീറ്റ് കൂടും. അപ്പൊ ഡീലിമിറ്റ് ഇത് എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൂടി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അപ്പം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾക്ക് അതൊരു നെഗറ്റീവായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 73 ശേഷം പിന്നെ അത് ചെയ്യാതെ പിടിച്ചു വെച്ചത്. 2002 ചെയ്തത്. അതിനുശേഷം ചെയ്തിട്ടില്ല. മറ്റേത് എല്ലാ സെൻസസിന് ശേഷം ചെയ്യണം എന്നാണ് ശരിക്കും കേട്ടോ. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഡിസിഷൻസ് പൊതുവെ നമ്മൾ വരുന്നത് ഫൈനലാണ്. ഒരു കോടതിയിൽ ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും കേട്ടോ. ഇതിന് കോപ്പീസ് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വെക്കാറുണ്ട്. പക്ഷെ മോഡിഫിക്കേഷൻസ് ഒന്നും പെർമിസിബിൾ അല്ല. അവർക്ക് മോഡിഫൈ ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതാ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധികാരങ്ങളും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പറയുന്നത് കോമ്പോസിഷൻ. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാവുക? ഡീലിമിറ്റേഷൻ കമ്മീഷൻ അന്ന് പേഴ്സൺ വിത്ത് ഒരു ആസ് വി ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിലെ ഒരാളാണ് ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ അതിലുണ്ടാവും. പിന്നെ കൺസേൺ സ്റ്റേറ്റിലെ ബന്ധപ്പെട്ടാണെങ്കിൽ ആ കൺസേൺ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. ഈ 3 ആളാണ് ഇതിന്റെ കോമ്പോസിഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് അത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരുപാട് അധികാരങ്ങളൊക്കെ ഉള്ള. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഇനി അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, EVM VVPAT. ന്യൂസ് ഇലക്ഷൻ സമയത്ത് ഒരുപാട് ന്യൂസിൽ വന്ന ഒരു സംഗതിയാണ്. EVM-ൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മെഷീനിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ വന്നിരുന്നു. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. നമുക്കത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം ന്യൂസ് ഇറങ്ങാൻ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആൻഡ് ECA ആൻഡ് അനദർ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ഫോർ ഫുൾ ക്രോസ് വെരിഫിക്കേഷൻ EVM നടത്തണം എന്ന് പറയുന്നുണ്ട്. അതോ VVPAT ഇലക്ഷൻ പോയ സമയത്ത് നമ്മൾ ഇത് ചെയ്ത് പോന്നാല് ഒരു സ്ലിപ്പ് വീഴുന്നുണ്ട്. എന്നെ VVPAT എന്ന് പറയാം. അത് ഫുൾ ചെക്ക് ചെയ്ത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്തിട്ടില്ല. അത് സുപ്രീം കോടതി അത് ഡിസ്മിസ് ചെയ്തിരുന്നതാണ് ന്യൂസ് വരാൻ കാരണം.
എന്താണ് EVM VVPAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. ഒരു പിന്നെ VVPAT എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ പ്രോസസ്സിന് EVM എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ആണ് അത് ഉണ്ടാക്കുന്നതും സപ്ലൈ ചെയ്യുന്നതൊക്കെ. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്നതാണ്. അങ്ങനെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമിക് എനർജിന് കീഴിൽ വരുന്നതാണ് കേട്ടോ. ഗോവയിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ് VVPATും EVM ഒക്കെ ഉപയോഗിച്ചത്. VVPAT വിത്ത് ഓൾ EVM കൂടി ഉപയോഗിച്ച് ആദ്യമായിട്ട് ഇവിടെയാണ് ഗോവയിലാണ്. ഓക്കെ. പിന്നെ യൂസ് VVPAT വിത്ത് ഓൾ EVM. VVPAT EVM-ൽ ആദ്യമായിട്ട് ഉപയോഗിച്ച അവിടെ കേട്ടോ, അറിഞ്ഞിരിക്കുക. അതേസമയത്ത് VVPAT ഉപയോഗിച്ച അവിടെ അല്ല, കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായിട്ട്. എവിടെ ഏത് EVM മെഷീൻ ആദ്യമായിട്ട് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയും. VVPAT എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡിപ്ലോയ് ചെയ്തിട്ട് 2019 ഇലക്ഷൻ, അതിന് മുന്നേ വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. VVPATന്റെ ജേണി നോക്കുകയാണെങ്കിൽ EVM-നെ കുറിച്ച് എപ്പോഴും പരാതി ഉണ്ടാവാറുണ്ടല്ലോ, ആ പരാതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നത്. 1982-ലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് EVM ഉപയോഗിക്കുന്നത്. കേരളത്തിലാണ് ആദ്യമായിട്ട് EVM ഉപയോഗിക്കുന്നത്, അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1989-ലാണ് RPA ആക്ട് പ്രകാരം 51 എന്ത് ചെയ്യുന്നുണ്ട്, അമെന്റ് ടു പെർമിറ്റ് EVM യൂസ് പെർമിറ്റ് ചെയ്തു. 2004 EVM എന്ത് ചെയ്തിട്ടുണ്ട്, ജനറൽ ഇലക്ഷനിൽ യൂസ് ചെയ്തു. അപ്പോൾ തന്നെ ഇലക്ഷൻ 2013 സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട് VVPAT വേണമെന്ന് പറയുന്നുണ്ട്. 2019 സുപ്രീം കോടതി പറഞ്ഞു പിന്നെ ചന്ദ്രബാബു നായിഡു കേസില് 5 EVM പെർ അസംബ്ലി എന്ത് ചെയ്യണം, അത് വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. 5 മതി, എല്ലാം കൂടി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേണ്ടെന്നാണ്. അപ്പം അടുത്തൊരു ആവശ്യം മുന്നോട്ട് വെച്ച് ഇവരെന്ത് വെച്ചാൽ എല്ലാം കൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി വേണ്ട എന്ന് പറഞ്ഞു ഒഴിവാക്കിയത്. ഈ 3 യൂണിറ്റ് ആണ് ഇത് പറയുന്നത്. ബാലറ്റ് യൂണിറ്റ് ഒരു കീബോർഡ് പോലെയാണ്, 60 ബട്ടൺ കീ ആണ്. കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയും കേട്ടോ. പ്രിസൈഡിംഗ് ഓഫീസർ അടുത്താണ് അത് ഉണ്ടാവുക. പിന്നെ ഒരു VVPAT, വോട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വോട്ട് നമ്മൾ ഉദ്ദേശിച്ച ആക്ക് തന്നെയാണ് വോട്ട് പോകുന്നതെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത് VVPAT എന്ന് പറയുന്നത്. ഫുള്ളി ട്രാൻസ്പെറൻസി ആണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വോട്ടിംഗ് സിസ്റ്റത്തിൽ കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു കോൺഫിഡൻസ് വോട്ടേഴ്സിനിടയിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വോട്ട്, ഇപ്പൊ നമ്മൾ എന്ത് വോട്ട് ചെയ്താലും മെഷീൻ വേറെ രീതിയിൽ മാറുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അഡ്വാൻറ്റേജ് എന്താ, ബാറ്ററിയിലാണ് റൺ ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇതിന് ആവശ്യമില്ല. അതാണ് അതിന്റെ ഒന്നാമത്തെ ഗുണം. അതുപോലെ തന്നെ നെഗേറ്റിംഗ് എ സിനാരിയോ ഓഫ് ആൻ ഇൻവാലിഡ് വോട്ട്. മോർ ദാൻ 4 വോട്ട്സ് പെർ യൂണിറ്റ് മിനിറ്റിൽ ഇത് എന്തില്ല, ഡസ് നോട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആഫ്റ്റർ പ്രസിംഗ് ക്ലോസ് ബട്ടൺ ഓൺ കൺട്രോൾ യൂണിറ്റ് നോ പോസിബിലിറ്റി ഓഫ് വോട്ടിംഗ്. ക്ലോസ് ബട്ടൺ ചെയ്താൽ പറ്റില്ല. അതുപോലെ തന്നെ പ്രീ പ്രോഗ്രാം EVM നോട്ട് പോസിബിൾ ടു പ്രീ പ്രോഗ്രാം EVM പറ്റില്ല. തുടക്കണതിന്റെ ഗുണം, ചില ആളുകൾ ആരോപണങ്ങൾ എപ്പോഴും അതിനെ കുറിച്ച് പലതിനെ കുറിച്ചും വരുന്നുണ്ട്, അത് വേറെ വിഷയം. ക്ലിയർ ആണോ? അതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഏത് EVM VVPAT കേട്ടോ. വായിക്കണം കൂടി നന്നായിട്ട്. ഓക്കെ ആണോ? ആ പറഞ്ഞ ജസ്റ്റ് നോക്ക്, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. എന്നിട്ട് നമുക്ക് EVM VVPAT കഴിഞ്ഞു, നമുക്ക് ഇനി പോകാനുള്ളത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, ലോക്സഭ ഇലക്ഷനിലേക്കൊക്കെ പോകാനുണ്ട്. കുറച്ച് ഷോർട്ട് നോട്ട്സുകൾ ഉണ്ട് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം, ഒക്കെ പൊളിറ്റി തന്നെയാണ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിലേക്കാണ് ഇനി പോകാനുള്ളത്. മറ്റേ ജസ്റ്റ് നോക്ക്, ഒരു മിനിറ്റ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പറഞ്ഞാൽ.
വേറെ കൂടി ഉണ്ട്. ഓക്കെ ആണോ? ശരി, അപ്പൊ നമുക്ക് അടുത്ത് ബാക്കി ടോപ്പിക്കിലേക്ക് പോവാം. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് നമുക്ക് നോക്കാനുള്ളത്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ന്യൂസ് വരാൻ കാരണം റെസ്പോൺസ് ടു വയലേഷൻ. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇലക്ഷൻ ബൈ ഇലക്ഷനിൽ അതിന്റെ ചില വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുക, റീസെന്റ് ഇഷ്യൂ ചില ഡയറക്റ്റീവ്സ് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തിട്ടുണ്ട്. റെപ്രസെന്റേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എത്തിക്കലി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? 1960 ഇത് ആദ്യമായിട്ട് വരുന്നത്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ കേരളത്തിലാണ്. ഇത് രണ്ടും കേരളത്തിലാട്ടോ. ഒന്ന് EVM ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്, അറിഞ്ഞിരിക്കുക. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് കേരളത്തിലാണ്. പിന്നെ ഇതിന് നാച്ചുറൽ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. പൊളിറ്റിക്കൽ പാർട്ടീസ് കൺസെൻസസ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യാം, ഇലക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത് ഓരോ പാർട്ടി എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അവർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന് ഇതിന്റെ അതോറിറ്റി കിട്ടുന്നത് ആർട്ടിക്കിൾ 324 എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പറിൻറ്റൻഡൻസും ഡയറക്ഷൻ കൺട്രോളും കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അത് പ്രകാരമാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതേ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല, ഡസന്റ് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് അബൌട്ട് ദ MCC, പ്രത്യേകം പറയുന്നില്ല. ഡയറക്ഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ കൂടെ എന്ത് ചെയ്യാണ്, ഇത് ഉപയോഗപ്പെടുത്തണം മാത്രം. ഇതിന് അപ്ലിക്കബിലിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, കാൻഡിഡേറ്റ്സ്, പോളിംഗ് ഏജന്റ്സ്, ഗവൺമെന്റ് പവർ, ഓൾ ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാവരും എന്ത് ചെയ്യണം, ഈ റൂള് നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നോ പോളിസി പ്രൊജക്ട്സോ അതുപോലെ തന്നെ സ്കീംസോ ഒന്നും നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു സ്കീമും ഇലക്ഷൻ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ സ്കീംസും പറ്റില്ല. അതുപോലെ തന്നെ അഡ്വർടൈസിങ്, പബ്ലിക് എക്സ്ചക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവൺമെന്റ് പൈസ എടുത്തിട്ട് അത് പബ്ലിക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അഡ്ഹോക്ക് അപ്പോയിന്റ്മെന്റ് പറ്റില്ല കേട്ടോ, ഗവൺമെന്റും പബ്ലിക് അണ്ടർടേക്കിംഗ് ഒന്നും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹോൾഡിംഗ് പബ്ലിക് മീറ്റിംഗ് ഡ്യൂറിംഗ് 48 hour പീരീഡ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലോസിംഗ് ഹോൾഡ് ആ സമയത്ത്. ഗവൺമെന്റ് റിസോഴ്സ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് മെഷീനറി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ആ സമയത്ത് ഇലക്ഷന് വേണ്ടി. അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സോ കാൻഡിഡേറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. കനോട്ട് സാങ്ഷൻ ഗ്രാൻഡോ പേയ്മെന്റോ അങ്ങനെയൊന്നും ഡിസ്ക്രിപ്ഷണറി ഫണ്ടൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പം അഥവാ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗവൺമെന്റോ കാര്യങ്ങളോ അവരുടെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുക്കുന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ അപ്ലിക്കബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓപ്പറേഷണൽ ഇലക്ഷൻ ഷെഡ്യൂൾ അനൗൺസ് ചെയ്തത് മുതൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് വരെ ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസിക്വൻസ് ഉണ്ടാവുക എന്താ വയലേഷൻ, അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇല്ല അതിന് കേട്ടോ. അതുകൊണ്ട് തന്നെ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ചില പ്രൊവിഷൻസ് എൻഫോഴ്സിബിൾ ആണ്. എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പ്രൊവിഷൻസ്, ഇപ്പം BNS RPA ആക്ടിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഫാൾസ് പബ്ലിഷിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കാൻഡിഡേറ്റ് ക്യാരക്ടർ ഉണ്ടായി കഴിഞ്ഞാൽ, കണ്ടക്ടറിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പ്രാക്ടീസ് ഒക്കെ അണ്ടർ സെക്ഷൻ 123A ഓഫ് RPA പ്രകാരം. അതുപോലെ തന്നെ ഇംപേഴ്സണേഷൻ ഓഫ് വോട്ടേഴ്സ് ഇസ് ആൻ ഇലക്ടറൽ ഒഫൻസ് ആണ് ഇത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം. ആ ഓൾറെഡി ഉള്ള ആക്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇവർക്ക് ചില അതുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇതിനൊരു പ്രശ്നം, ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അതും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആവും ഇത്. പിന്നെ അതാണ് ന്യൂസ്. മറ്റു ന്യൂസ് ലോക്സഭ ഇലക്ഷൻ ആണ്. പുതിയ ഇലക്ഷൻ നടന്നു റീസെന്റ് 2024 ലോക്സഭ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതാ ന്യൂസ് വരാൻ കാരണം. ഇലക്ഷൻ ഓൾറെഡി ലോക്സഭ ഇലക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റം ടെറിട്ടോറിയൽ റെപ്രസെന്റേഷൻ പ്രകാരമാണ് ഓരോ അസംബ്ലിയാക്കി മാറ്റിയിട്ട് ഓരോ ആളുകളെ എന്ത് ചെയ്യുക, അതിൽ റെപ്രസെന്റ് ചെയ്ത് വരിക. അതിനാണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയാം. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഓരോ ആളാണ് എലക്ട് ചെയ്യുക കേട്ടോ. സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സിസ്റ്റം അഥവാ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാണ്, അല്ല 50% വോട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല, അത് അറിഞ്ഞിരിക്കുക. ഇപ്പം 100 വോട്ട് ആകെ ഉള്ളതിൽ ഒരാൾക്ക് 10 വോട്ട് 11 വോട്ട് കിട്ടി, ബാക്കി എല്ലാവർക്കും 10 വോട്ട്, അപ്പൊ ഇയാൾ ജയിക്കും. അല്ലാതെ ചില സ്ഥലങ്ങളിൽ മെജോറിറ്റി 51% വോട്ട് കിട്ടണം, അത് ഇവിടെ ഇന്ത്യയിൽ സിസ്റ്റം ഇല്ല കേട്ടോ. ലോക്സഭയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ് കേട്ടോ. ഫസ്റ്റ് മീറ്റിംഗ് മുതൽ ജനറേഷന് ശേഷം പ്രസിഡന്റിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും, അതോ 5 വർഷം ആവുന്നതിന് മുന്നേ വേണമെങ്കിൽ തന്നെ പ്രസിഡന്റ് ഡിസോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ.
പ്രസിഡന്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കാം. അതേ സമയത്ത് ഇത് 5 വർഷമാണെങ്കിൽ കൂടിയും ചില സമയത്ത് 5 വർഷത്തിന് മുന്നേ വേണമെങ്കിൽ പ്രസിഡന്റ് ഒഴിവാക്കും. ചിലപ്പോൾ 5 വർഷത്തിൽ കൂടുതൽ പോകും. എപ്പം എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ. ഓക്കെ, എമർജൻസിന്റെ സമയത്ത് 5 വർഷം കൂടുതൽ പോകും. പക്ഷെ എമർജൻസി കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിൽ കൂടുതൽ പോകാൻ പാടില്ല. കാരണം 5 വർഷത്തിൽ കൂടുതൽ പോയി നിൽക്കാം. 1 വർഷം അവിടെ എമർജൻസി ഉണ്ടായി, അപ്പൊ 6 വർഷമായി. എമർജൻസി 1 വർഷമായപ്പോ കഴിഞ്ഞു. ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പുതിയ ഇലക്ഷൻ നടക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ വരുന്നുണ്ട്. പാർട്ട് 15-ലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇലക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. അതാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭ ഇലക്ഷൻ നടന്നുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് വായിക്കണം കേട്ടോ. ക്ലിയർ ആണോ? അടുത്ത് ഇലക്ഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് ന്യൂസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 329B റീസെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 329B. ഓക്കെ, പിന്നെന്താണ്? ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിഫോർ സുപ്രീം കോർട്ട് ടു ലിമിറ്റ് ദ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. ഇലക്ഷൻ പ്രോസസ്സിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ്. 329B പ്രകാരം നോ ഇലക്ഷൻ ഓഫ് ടു പാർലമെന്റ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷാൽ ബി ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ആൻ ഇലക്ഷൻ പെറ്റീഷൻ ഫൈൽഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് ലോ. ഓക്കെ, പ്രോപ്പർട്ടേഷൻ പ്രകാരം ഉണ്ടാക്കിയ ഇലക്ഷൻ പെറ്റീഷനോട് മാത്രമേ ഇതിലേക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. കുന്നസ്വാമി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യലി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോസസ് അതിലെന്ത് ചെയ്യാണ്? കോർട്ട് കാനോട്ട് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നാണ് ആ കേസിൽ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ട് RPA സെക്ഷൻ 80 പറയുന്നുണ്ട്, വാലിഡിറ്റി ഓഫ് ആൻ ഇലക്ഷൻ കാനോട്ട് ബി ചലഞ്ചഡ് ഓർ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ബൈ ഫൈലിംഗ് ഇലക്ഷൻ പെറ്റീഷൻ. അല്ലാതെ ഇങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കൺസേൺഡ് സ്റ്റേറ്റ് ഹൈക്കോർട്ടിലാണ് ഇലക്ഷൻ പെറ്റീഷൻ ചെയ്യാൻ പറ്റുക കേട്ടോ. അവർക്കാണ് അതിന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. നേരിട്ട് ഫസ്റ്റ് അത് ഹൈക്കോടതിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാം. അത് ആർക്കും ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാം. എനിക്ക് കാൻഡിഡേറ്റിനും കൊടുക്കാം, ഇലക്ടർക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, പേഴ്സണലി കൊടുക്കാൻ പറ്റും ഇലക്ഷൻ മേഖലയുടെ കാര്യങ്ങൾ കേട്ടോ. Elector means a person who has intended to vote. Okay. To which the election petition relates. അയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അയാൾ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, അയാൾ വോട്ട് ചെയ്ത ഇലക്ഷൻ ഒരു കാര്യം എന്ത് ചെയ്യാം? ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആർട്ടിക്കിൾ 329 പറയുന്നത് കേട്ടോ. പിന്നെ നോമിനേഷൻ, ഇലക്ഷൻ നോമിനേഷൻ വരുന്നോട്ടാണ്.
Recently candidate were elected unopposed to Lok Sabha. Nomination papers പിന്നെ of opposite candidate was rejected by the returning officer. നോമിനേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 33 ഓഫ് RPA പ്രകാരമാണ് പറയുന്നത്. റിക്വയർമെന്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഫയലിംഗ് എ നോമിനേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി വരാണ് കാൻഡിഡേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഒരു 1 പ്രപ്പോസൽ ഉണ്ടാവണം. ഇൻഡിപെൻഡന്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് പാർട്ടീസ് ആണെങ്കിൽ 10 പ്രപ്പോസേഴ്സ് സപ്പോർട്ട് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ തന്നെ പ്രപ്പോസേഴ്സ് എന്ത് ചെയ്യണം? ഷുഡ് ബി എലക്ടേഴ്സ് ആയിരിക്കണം റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി. ഇങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പോയിട്ട് എനിക്ക് 10 സപ്പോർട്ടർ കൊണ്ടുപോകണം. റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ് ഒരു സപ്പോർട്ടർ മതി, ഒരു പ്രപ്പോസൽ മതി. പിന്നെ സെക്ഷൻ 33 ഓഫ് RPA പ്രകാരമാണ് ഇത് ഡീൽ ചെയ്യുന്നത്, നോമിനേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതി റീസെന്റ് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കാൻഡിഡേറ്റ്സിന് റൈറ്റ് പ്രൈവസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കാം. അതാണ് നോമിനേഷൻ ഇലക്ഷൻ എന്തുകൊണ്ട് അറിയേണ്ടത്. പിന്നെ റീപോളിംഗ് ആണ്. ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് റീപോളിംഗ് ഫോർ ലോക്സഭ ഇലക്ഷൻ വേരിയസ് പോളിംഗ് സ്റ്റേഷൻസ് മണിപ്പൂരിലും ആന്ധ്രാപ്രദേശിലൊക്കെ. റീപോളിംഗ് RPA 50 പ്രകാരമാണ് പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് റീപോളിംഗ് ചെയ്യാൻ പറ്റുക? ഓൺ അക്കൗണ്ട് ഓഫ് ദി നാച്ചുറൽ കലാമിറ്റി, വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഡ്യൂ ടു ഡാമേജ്, വോട്ടിംഗ് മെഷീൻ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബൂത്ത് ക്യാപ്ചറിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചെടുക്കല്ലോ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യും? ഇത് റീപോളിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പൊതുവെ ആലോചിച്ചാൽ അറിയുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ നമുക്കിപ്പോൾ ആലോചിച്ചാൽ അറിയില്ല. ഡെത്ത് ഓഫ് ദി കാൻഡിഡേറ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാലും റീപോൾ ചെയ്യും. റെക്കഗ്നൈസ്ഡ് ആണ്. നാഷണൽ പാർട്ടിയോ സ്റ്റേറ്റ് പാർട്ടിന്റെ ഒരാൾ മാത്രം മരിച്ചാലേ അങ്ങനെ ഉണ്ടാവുള്ളൂ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ. ഇലക്ഷൻ നടന്ന് വിജയിച്ചാൽ പിന്നെ റീ ഇലക്ഷൻ നടക്കണം, റീപോളിംഗ് ആണ്. പിന്നെ ഇലക്ഷൻ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വെച്ചതാണ് സൈലൻസ് പീരീഡ്. സൈലൻസ് പീരീഡ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റും ലോക്സഭ ഇലക്ഷനിലൊക്കെ. എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് എന്ത് ചെയ്യാണ്? വോട്ടിങ്ങിന് മുന്നേ കുറച്ചു നേരം പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ബാൻ ചെയ്തതാണ്. അതോ 48 മണിക്കൂറാണ് വോട്ടിംഗ് ഡേന്റെ 48 മണിക്കൂർ മുന്നെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നിശബ്ദമായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പബ്ലിക് ആയിട്ട് പിന്നെ ഒരു ജാതി കാര്യങ്ങളൊന്നും പറ്റൂല. RPA 2015 ഇത് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ആക്ടിൽ എന്ത് ചെയ്യുന്നില്ല, ടേം സൈലൻസ് പീരീഡ് ഒന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ ഇത് പറയുന്നത് ഡിസ്പ്ലേയിങ് എനി ഇലക്ഷൻ മാറ്റർ യൂസിങ് ടെലിവിഷനിലോ സിമിലർ ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എക്സിറ്റ് പോളും അതിൽ പ്രോഹിബിറ്റഡ് ആണ്. അവരുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒപ്പീനിയൻ പോളും പറ്റില്ല എന്ന് അറിഞ്ഞിരിക്കാം. പ്രോഹിബിറ്റ്സ് ദ ഡിസ്പ്ലേയിങ് ഓഫ് റിസൾട്ട് ഓഫ് ഒപ്പീനിയൻ പോൾ. ഓക്കെ, ഇലക്ട്രോണിക് മീഡിയയിലൊക്കെ ചെയ്യുന്ന എനി ഇലക്ട്രോണിക് മീഡിയ. അതാണ് സൈലൻസ് പീരീഡ് എന്ന് പറയുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. 3-4 പോയിന്റ് കൂടി പറയാണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. ഇലക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് തീർക്കാം. 1 കാൻഡിഡേറ്റ്സ് മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എംപവർ ചെയ്യുന്നതിന് പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇലക്ഷൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കോണ്ടസ്റ്റിംഗ് ഫ്രം മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്? RPA 1951 അത് ഡീൽ ചെയ്യുന്നത്. ആക്ട് പ്രകാരം നോ ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുന്നുള്ളത് 996 വരെ ലിമിറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട RPA 1951 പറയുന്നത് വെച്ചാൽ സബ്സെക്ഷൻ ഉണ്ട്. കാൻഡിഡേറ്റ് എന്ത് ചെയ്യുക? കണ്ടസ്റ്റ് ഫ്രം 2 സീറ്റ്സ്. ഓക്കെ, 96 അങ്ങനെ ആക്കിയത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് വേറെ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് മാത്രം മത്സരിക്കുക. 2 കോൺസ്റ്റിറ്റ്യുവൻസി തരാം. പ്രയർ ടു വിച്ച് there was no bar. 996 വരെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. എത്ര 10 വേണമെങ്കിൽ മത്സരിക്കായിരുന്നു. പിന്നെ സെക്ഷൻ 70 ഓഫ് RPA പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ് ക്യാൻ ഹോൾഡ് ഓൺലി 1 സീറ്റ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മോർ ദാൻ 1 സീറ്റ്. ഇപ്പൊ 2 ഇലക്ഷൻ, ഇപ്പൊ രാഹുൽ ഗാന്ധിക്കൊക്കെ 2 ജയിച്ചില്ലേ രാഹുൽ ഗാന്ധി. ഇപ്പൊ രാഹുൽ ഗാന്ധി 1 ഒഴിവാക്കണം. രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കി, മറ്റോട് തന്നെ നിർത്തും. ഒന്നേ നമുക്ക് ഒരേ സമയത്ത് നിലനിർത്താൻ പറ്റുള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ. ദ സീറ്റ് കാൻഡിഡേറ്റ് മീൻസ് ഫ്രം 2 സീറ്റ്സ് ബൈ ഇലക്ഷൻ നെസസറി ആയിരിക്കും അല്ലെ. അതാണ് ഇവിടെ വയനാട് സംഭവിച്ചത്. 2 ജയിച്ചാൽ വീണ്ടും ഇലക്ഷൻ ഉണ്ടാവും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ.
ഉടനെ ഉണ്ടാവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. അടുത്തൊരു സംഗതിയാണ് ഹോം വോട്ടിംഗ്. ഉടനാണ് ECI ഫസ്റ്റ് ടൈം ആയിട്ട് കൊണ്ടുവന്നാണ്. ഫെസിലിറ്റീസ് ഫോർ ഹോം വോട്ടിംഗ് ഉണ്ട് 2024 ഇലക്ഷനിൽ. ദ സ്റ്റെപ്പ് ഈസ് ഇൻ ലൈൻ വിത്ത് ഇലക്ഷൻ കമ്മീഷൻ. നോ വോട്ടർ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള ഒരു ഐഡിയ ആണ്. ആരും വോട്ട് ചെയ്യാതിരിക്കരുത്, അതിന് വേണ്ടിയാണ് ഹോം വോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ വോട്ടിംഗ് ഫ്രം ഹോം ടേക്ക് പ്ലേസ്, പോസ്റ്റൽ ബാലറ്റിലൂടെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോളിംഗ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വരും, സെക്യൂരിറ്റി പേഴ്സണലൊക്കെ ഉണ്ടാവാറുണ്ട്. സീക്രസി വോട്ടിംഗ് നടത്താൻ വേണ്ടിയാണ്. പിന്നെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? PWDs. പിന്നെ 40% ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക്, സീനിയർ സിറ്റിസൺസ് 85 വയസ്സിന് കൂടുതൽ ആളുകൾക്കും അവിടെ പോയി വോട്ട് ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് വോട്ട് ചെയ്താൽ മതി. പിന്നെ അതർ സ്റ്റെപ്സ് എന്തൊക്കെ എടുത്തത്? ഒന്ന്, ഫോം M കാശ്മീരി മൈഗ്രൻസ് ഈസ് ഓഫ് വോട്ടിംഗ് ബൈ അബോളിഷിംഗ്. ഫോം M എന്നുള്ള സാധനം ഒഴിവാക്കിയിട്ടുണ്ട്, കാശ്മീരി മൈഗ്രൻസ്. പിന്നെ സ്വീപ്പ് എന്നുള്ള സംഗതി ഉണ്ട്, സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ ആണ്, കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള. പിന്നെ മൾട്ടി കോൺസ്റ്റിറ്റ്യുവൻസി റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഉണ്ട് കേട്ടോ, മൈഗ്രന്റ് വോട്ടേഴ്സിന് ഇതാക്കാൻ വേണ്ടിയുള്ളതാണ്. അവരുടെ റെസിഡൻസ് തന്നെ വേണമെന്നില്ല, മെട്രോഡ് ചെയ്യാം. പിന്നെ പോസ്റ്റൽ ബാലറ്റ് ഉണ്ട്, പോസ്റ്റിലൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. സ്പെഷ്യൽ വോട്ടേഴ്സ്, സർവീസ് വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പ്രിവെന്റീവ് ഡീറ്റേഷനുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, വീട്ടു തടങ്കലിലൊക്കെ, അവർക്ക് വോട്ട് ചെയ്യാൻ വരില്ലല്ലോ, അപ്പൊ അവർക്കുള്ള. പിന്നെ പ്രോക്സി വോട്ടിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ട്. രജിസ്റ്ററേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, വോട്ടിംഗ് റൈറ്റ്സ് മറ്റൊരാൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് അവൈലബിൾ സർവീസ് വോട്ടേഴ്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആർക്കും ഇല്ല. സർവീസ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും. സർവീസ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആർമഡ് ഫോഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ മറ്റുള്ള പോസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ള ആളുകൾ, പോലീസ് ഫോഴ്സിലുള്ള ആളുകൾ, ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് സ്റ്റേറ്റിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ആർമി ആക്ട് പ്രകാരം മെമ്പേഴ്സ് ഓഫ് ദി ഫോഴ്സ് ടു വിച്ച് ആർമി ആക്ട് 1950 പ്രകാരം അപ്ലിക്കബിൾ ആവുന്ന ഇവരൊക്കെയാണ് എന്ന് പറയുന്നത് സർവീസ് വോട്ടേഴ്സ്. ഇവർക്ക് മാത്രമേ ഇപ്പൊ പ്രോക്സി വോട്ടിംഗ് ഉള്ളൂ, ബാലറ്റ് വോട്ടിംഗ് ഇവർക്ക് ഉണ്ട്. അടുത്താണ് മറ്റൊരു ടേമാണ് ഫോം 17C. ഇലക്ഷൻ കമ്മീഷൻ ആണ്, സുപ്രീം കോടതി. റൂൾസ് ഡു നോട്ട് പെർമിറ്റ് ഷെയറിംഗ് ഫോം 17C വിത്ത് എനി എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം പോളിംഗ് ഒഫീഷ്യൽസ്. ഈ ഫോം 17C എന്നാൽ അസോസിയേറ്റ് ചെയ്യുന്നതാണ് ഇലക്ഷൻ എന്താണ് ഡയറക്ഷൻ അണ്ടർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ പ്രകാരമുള്ളതാണ്. ഫസ്റ്റ് പാർട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ നമ്പർ ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് അസൈൻ ടു ദ ബൂത്ത്, electors in the registered voters who decide not to exercise their franchise, അതുപോലെ തന്നെ വോട്ടേഴ്സ് നോട്ട് അലൗഡ് വോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടിലുള്ളത് കേട്ടോ. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ടോട്ടൽ വോട്ട് എത്ര റിസീവ് ചെയ്തു, ആ റിപ്പോർട്ടാണ് ഫോം 17C എന്ന് പറയുന്നത്. ആർക്കും പുറത്ത് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്, പോളിംഗ് ഒഫീഷ്യൽസ് അല്ലാതെ വേറെ ആർക്കും. ന്യൂസും കൂടി അതിലുണ്ട്. ബ്രെയിലി സിഗ്നേച്ചർ ഇലക്ഷനെ പരമ്പര പുതുച്ചേരി ഒരു ബ്രെയിലി സിഗ്നേച്ചർ ഇൻ ഇംഗ്ലീഷിലും തമിഴിലും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനിൽ കേട്ടോ, ഓൾ 967 പോളിംഗ് സ്റ്റേഷനിലും. ഓക്കെ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ബ്രെയിലി സൈൻ ഉണ്ടല്ലോ അത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇലക്ഷനിൽ ഇൻഡിപെൻഡന്റ്ലി എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, കോൺഫിഡന്റ്ലി മറ്റൊരു ഇന്റർഫിയറൻസ് ഇല്ലാതെ അവർക്ക് തന്നെ വോട്ട് ചെയ്യാം. അവരുടെ ഒരു എഴുത്തുണ്ടല്ലോ ലിപി, അതാണ് ഇതിൽ കൊടുത്തത്. ആരാ കൊടുത്തത്? പുതുച്ചേരിയിലാണോ? ഇതൊക്കെയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ന്യൂസുകൾ. വിശദമായിട്ട് ന്യൂസ് ഉണ്ട്, നിങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കണം. ഇതുപോലത് നന്നായിട്ട് തന്നെ ഒന്ന് വായിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷനിങ് ഓഫ് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ലോക്കൽ ഗവൺമെന്റും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും പറഞ്ഞതിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കും, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യും. ഇപ്പൊ തന്നെ ചോദിച്ചു എന്ത് ഡൗട്ടും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞേലും.
ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ അത്രയും പറഞ്ഞ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് വായിക്കുക. ഇതിന്റെ വാക്യം വായിച്ചു തുടങ്ങിക്കോ കേട്ടോ. ഇത് മാത്രമായിട്ട് നിൽക്കണ്ട, നിങ്ങൾ വാക്യം വായിച്ചു തുടങ്ങിക്കോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. പേസ് കേട്ടോ. ശരി, നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണേ, വിട്ടുപോകരുത്. ഞാൻ പ്രധാനപ്പെട്ട ഇങ്ങനെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പഴുതമാണ് സമയം എടുത്തത്. നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണം. ഡെയിലി കുറച്ച് ഒരു 10 പേജ് വെച്ചെങ്കിലും വായിച്ചു തീർക്കാം കേട്ടോ. ശരി. ഓക്കെ, സ്മൃതി എന്ന് ചോദിച്ചത് രണ്ട് സീറ്റ് മത്സരിക്കുമ്പോൾ 2 സീറ്റിലും എന്ത് ചെയ്യണം? ഫീസ് കൊടുക്കണം കേട്ടോ. വേണം, എന്നെ കണ്ടില്ല.